എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ സന്തോഷ വാർത്തകളാണ് എത്തിയിരിക്കുന്നത്. 60 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും 20 ലക്ഷത്തോളം വരുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്കും വിഷുവിന് തന്നെ പണം എത്തിച്ചേരുവാൻ പോവുകയാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എല്ലാ മാസവും ക്ഷേമ പെൻഷനുകളുടെ വിതരണം സംസ്ഥാനത്ത് നടന്നിരുന്നു. ഏറ്റവും ഒടുവിലായി മാർച്ച് 26-ന് ആരംഭിച്ച ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച കൂടി സംസ്ഥാനത്ത് തുടരുന്നതാണ്. അതിനുശേഷമായിരിക്കും ഏപ്രിൽ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. മാർച്ച് മാസത്തെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം പൂർത്തിയായിട്ടുണ്ട്. നിലവിലെ സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം ഉണ്ടായിരിക്കുന്നത്. നിലവിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 3 മാസത്തെ പെൻഷൻ തുകയായ 4800 രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. ഈ തുക പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഏപ്രിൽ മാസത്തിൽ വിഷുവും ഈസ്റ്ററും എല്ലാം എത്തുന്നതിനാൽ നൽകുവാനുള്ള കുടിശ്ശിക പെൻഷനിൽ നിന്ന് ഒരു ഗഡു പെൻഷൻ തുകയായ 1600 രൂപയും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തെ വിതരണം ചെയ്യേണ്ട 1600 രൂപയും ചേർത്ത് 3200 രൂപയായി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുവാനാണ് നടപടികൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ വർഷവും വിഷുവിന് മുമ്പായി 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നിരുന്നു. ബാക്കിയുള്ള 2 ഗഡു കുടിശ്ശികയിൽ 1 ഗഡു ഓണത്തിനും അവസാനത്തെ കുടിശ്ശിക ഗഡു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള മാസവുമായിരിക്കും വിതരണം നടക്കുന്നത്. ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷം തന്നെ കൊടുത്തു തീർക്കുന്നതാണ്. ഈ സർക്കാരിൻ്റെ കാലാവധി കേവലം ഇനി 1 വർഷം കൂടി മാത്രമുള്ളതിനാൽ ഇനിയുള്ള എല്ലാ മാസവും ഏതു വിധേനയും ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ നടത്തുകയും ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഏപ്രിൽ 14-ന് വിഷുവാണ് വരുന്നത്. ഏപ്രിൽ 20-ന് ഈസ്റ്ററും. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 10-നോ അതിനടുത്തുള്ള ദിവസങ്ങളിലോ ആരംഭിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് ഏതാണ്ട് വിഷുവിന് മുമ്പായി തന്നെ 3200 രൂപ ലഭിക്കുമെങ്കിലും വീടുകളിലേക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയുള്ള പെൻഷൻ വിതരണം 10 ദിവസത്തോളം എടുക്കുമെന്നതിനാൽ കുറേ പേർക്കെങ്കിലും വിഷുവിന് ശേഷമായിരിക്കും പെൻഷൻ തുക കൈകളിൽ എത്തിച്ചേരുന്നത്. ഈസ്റ്ററിന് മുമ്പായി തന്നെ എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ്. മറ്റൊരു സന്തോഷ വാർത്ത തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. 3 മാസമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം മുടങ്ങിയിട്ട്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ച തൊഴിൽ ദിനങ്ങളുമായി ബന്ധപ്പെടുത്തി ബഡ്ജറ്റിനേക്കാൾ 3 കോടിയോളം തൊഴിൽ ദിനങ്ങൾ കേരളത്തിൽ പ്രയോജനപ്പെടുത്തിയതിനെ തുടർന്ന് അധിക തൊഴിൽ ദിനങ്ങളുടെ വേതനം കുടിശ്ശികയായതാണ്. ഈ അധിക തൊഴിൽ ദിനങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള വേതനങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്രം ഫണ്ട് അനുവദിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിനുള്ള കുടിശ്ശിക ഏപ്രിൽ 10-നുള്ളിൽ തന്നെ നൽകുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അറിയിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് എംപിമാരായ ആന്റോ ആന്റണി, ഡീൻ കുര്യാക്കോസ് എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതിനാൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഒഴിവായെന്നും 10 ദിവസത്തിനുള്ളിൽ തന്നെ തൊഴിലാളികൾക്ക് കുടിശ്ശികയായിട്ടുള്ള 578 കോടി രൂപയും നിലവിൽ വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.